അങ്ങനെ കോവളം മാരത്തോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ടയർഡാണ്. ആ മെഡലൊക്കെ ഉണ്ട്, കണ്ടോ? കഴിഞ്ഞ വർഷത്തെ സെയിം മെഡൽ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് 2025 ആയതേ ഉള്ളൂ. പിന്നെ ഹാഫ് മാരത്തോണിൻ്റെ ടാഗും വന്നു. കഴിഞ്ഞ പ്രാവശ്യം 10K ആയിരുന്നാലും ഉറക്കമൊന്നും ശരിയായില്ല. നേരത്തെ ഉറങ്ങണമെന്നൊക്കെ പ്ലാൻ ഇട്ടു, പക്ഷേ ഉറങ്ങിയപ്പോൾ ഒരു 12 മണിയായി. 3 മണിക്ക് ഉറക്കം എണീറ്റു. സോ 3 മണിക്കൂർ ഉറക്കം കൊണ്ടാണ് ഇന്ന് ഓടിയത്. അത്യാവശ്യം നല്ല ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ടാർഗറ്റ് ഒരു സബ് 2 hour ആണ്. അതിൽ കുറഞ്ഞ് എന്ത് വന്നാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഞാനിന്ന് സബ് 155 അടിച്ചു. ശരിക്കും പറഞ്ഞാൽ കോഴ്സ് മൊത്തത്തിൽ 21 കിലോമീറ്റർ ഇല്ലായിരുന്നു, 20.3 എൻ്റെ വാച്ചിൽ വന്നത്. പലർക്കും 20 പോയിൻറ്റ് സംതിങ് ആണ് വന്നത്. 20.3 ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 1 hour 48 minute ആണ്. എനിക്ക് PR തന്നെയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് 3K സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് അതിൻ്റെ ആളുകളെല്ലാം സ്റ്റാർട്ടിങ് ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വാച്ച് ഒന്ന് പോസ് ചെയ്തിട്ട് അവരെ ബാക്കിൽ പോയിട്ട് ഒരു ബാക്കിയുള്ള 1 kilometer ലൂപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത്. അതൊഴിച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല പേസിൽ ഓടാൻ പറ്റി. നെഗറ്റീവ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി ഫിനിഷ് ചെയ്ത സമയത്ത്. കാരണം ഞാൻ ഫിനിഷ് ചെയ്ത സമയത്ത് ഒരു പോയിൻറ്റിൽ 4.41 per kilometer പേസിൽ ലാസ്റ്റ് കിലോമീറ്റർ, അതായത് റേസ് തീരാറായി നമ്മൾ അത്രയും ടയർഡായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ സ്പീഡിൽ ഡൗൺ ഹില്ലായിരുന്നു, അത് ഹെൽപ്പ് ചെയ്തു ഓടാൻ പറ്റി. സോ ഓവറോൾ വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. റേസ് ഓർഗനൈസേഷൻ വൈസ് കുറച്ച് ഇമ്പ്രൂവ് ആക്കായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 kilometer ഹൈഡ്രേഷൻ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. 8-ൻ്റെയും 16-ൻ്റെ ഇടയിൽ ഹൈഡ്രേഷൻ പോയിൻറ്റ്സ് വളരെ കുറവായിരുന്നു. ഒരു 2-3 സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതെല്ലാം റൈറ്റ് സൈഡായിരുന്നു, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വിച്ച് ചെയ്ത് ഹൈഡ്രേഷൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഓപ്പോസിറ്റിൽ നിന്ന് ഫ്രണ്ടിൽ പോണ ലീഡ് റണ്ണേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. സോ അവരെ ട്രാക്കിന് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വേണം ഹൈഡ്രേഷൻ പോയിൻറ്റിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ആയിരുന്നു. അത് ബാക്കി എത്ര പേർക്ക് ഫീൽ ആയെന്ന് എനിക്കറിയില്ല. കാരണം റേസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇലക്ട്രോലൈറ്റ്സേ ഇല്ലായിരുന്നു, വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്തോ ഭാഗ്യത്തിന് ക്രാമ്പൊന്നും വന്നില്ല. ഞാൻ അത്യാവശ്യം ഇലക്ട്രോലൈറ്റ് ലോഡൊക്കെ ആയിരുന്നുകൊണ്ടായിരിക്കണം. ഓവറോൾ നല്ല റേസായിരുന്നു. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാനുള്ള ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആയിട്ടുള്ള ലീപ് ടു വിൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, മനോജ് എന്ന് പറഞ്ഞ നമ്മുടെ ബ്രോ. പുള്ളിയായിരുന്നു ഇന്ന് ഓവറോൾ ഫസ്റ്റ് വന്ന്. അത്യാവശ്യം നല്ല ടൈമായിരുന്നു. ഞാനിന്നൊരു 12 kilometer എത്തുന്നതിന് മുന്നേ തന്നെ പുള്ളി എനിക്കൊന്നൊരു 17 kilometer ഒക്കെ ആയി തിരിച്ചു വരായിരുന്നു. അപ്പോൾ പുള്ളി പാസ് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഹായൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പുള്ളി ഇന്ന് ഓവറോൾ ഫസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ദിൽബർ ബ്രോ, ഇതിനു മുമ്പും സാഫിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയും ഏജ് ഗ്രൂപ്പിൽ ഇന്ന് റണ്ണറപ്പായിരുന്നു. ഓവറോൾ എല്ലാം കൊണ്ട് റിസൾട്ട് വൈസ് നല്ല ഹാപ്പി. ഇന്ന് എൻ്റെ റേസ് റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ എനിക്കൊന്നൊരു ടോപ്പ് 20യുടെ അകത്ത് എന്തായാലും വരുന്ന ടൈം ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ റേസ് DBM കൊല്ലം 157 ആയിരുന്നു. ഇന്ന് ഈ 21 ഇല്ലായിരുന്നിട്ട് പോലും നമ്മൾ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തത് 154 minute-ലാണ്. സോ ഒരു 3 minute ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ഓവറോൾ ഹാപ്പി വിത്ത് ദിസ്. അപ്പോൾ നമ്മളിനി UST മാരത്തോണിൻ്റെ ട്രെയിനിങ് ബ്ലോഗ് ഉടനെ തുടങ്ങും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കുറേ ഫോളോവേഴ്സിനെ കാണാൻ പറ്റി. റാൻഡംലി കുറേ പേരൊന്ന് സംസാരിച്ചു, അല്ലാതെ എനിക്ക് അറിയാവുന്ന കുറേ പേരെ കാണാൻ പറ്റി. സോ ഹാപ്പി. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.